Dear students, in this video we are going to discuss about the M-tail of a sequence. M-tail of a sequence. We consider a sequence xn equal to 2n, the sequence of even numbers, that is 2, 4, 6, 8, 10, etc. in the sequence. Then now we write another sequence yn equal to, that is 10, 12, 14, 16, etc. Then what is the relation between xn and yn? Yn is a sequence obtained from xn by starting from 10. xnലെ xn എന്ന് പറയുന്ന സീക്വൻസിലെ 10 മുതലുള്ള ഈ ടേംസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന സീക്വൻസാണ് yn. സോ 10 എന്ന് പറഞ്ഞാൽ xnൻ്റെ ഫിഫ്ത്ത് ടേമാണ്. ഫിഫ്ത്ത് ടേമാണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ xnൻ്റെ ഫിഫ്ത്ത് ടേം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങോട്ടുള്ള എല്ലാ ടേംസും ഉൾപ്പെടുന്ന ഫിഫ്ത്ത് ടേം മുതലുള്ള എല്ലാ ടേംസും ഉൾപ്പെടുന്ന ഒരു സീക്വൻസാണ് yn എന്ന് പറയുന്നത്. ഈynനെ പറയുന്ന പേരാണ് ഫോർ ടെയിൽ എന്ന്. അതായത് xnൻ്റെ ഫോർ ടെയിൽ ആണ് yn എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് xnലെ ഫിഫ്ത്ത് ടേം മുതൽ ഉള്ള എല്ലാ ടേംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സീക്വൻസാണ് yn. ആynനെ നമ്മൾ xnൻ്റെ ഫോർ ടെയിൽ എന്ന് പറയും. സോ നമ്മളിപ്പോൾ സിക്സ്ത് ടേം മുതലാണോ സ്റ്റാർട്ട് ചെയ്തതെങ്കിലോ, അതായത് 12 മുതലാണ് yn സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മളതിനെ 5 ടെയിൽ എന്ന് പറയും. സോ ഇൻ ജനറൽ നമ്മളൊരു എം ടെയിൽ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. സോ വി ഹാവ് എ സീക്വൻസ് xn ഈക്വൽ ടു x1, x2, x3, etc. സോ വി ടേക്ക് അനദർ സീക്വൻസ് yn ഈക്വൽ ടു xm പ്ലസ് 1, xm പ്ലസ് 2, etc. അങ്ങനെ പോകുന്ന സീക്വൻസ്. സോ yn xnൻ്റെ എം പ്ലസ് 1th ടേം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സീക്വൻസാണ്. സോ ഇവിടെynനെ നമ്മൾ എം ടെയിൽ ഓഫ് xn എന്ന് പറയും. സോ എം ടെയിൽ ഓഫ് xn എന്ന് പറയും. സോ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് xnനെ ക്യാപിറ്റൽ x ഉപയോഗിച്ചിട്ടും അതുപോലെynനെ, അതായത് എം ടെയിലിനെ ക്യാപിറ്റൽ xm എന്ന് ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഈസ് എം ടെയിൽ ഓഫ് എ സീക്വൻസ് xn മീൻസ് ഇറ്റ് ഈസ് എ സീക്വൻസ് ഒബ്റ്റെയിൻഡ് ഫ്രം xm by starting from the m plus 1th term of xn. xnലെ m plus 1th term മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സീക്വൻസിനെ xnൻ്റെ എം ടെയിൽ എന്ന് പറയും. സോ നമുക്കിങ്ങനെ എഴുതാം എം ടെയിലിനെ xm ഈക്വൽ ടു എക്സ് എം പ്ലസ് n, വേർ n ഇൻ n. n-ന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടും xm പ്ലസ് 1 ആൻഡ് xm പ്ലസ് 2, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. സോ ദാറ്റ് ഈസ് ദി എം ടെയിൽ ഓഫ് എ സീക്വൻസ്. ഇനി ഈ എം ടെയിലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരു സീക്വൻസിൻ്റെ എം ടെയിലിന്. കാരണം ഒരു സീക്വൻസും അതിൻ്റെ എം ടെയിലും കൺവേർജസ് ഓർ ഡൈവേർജസ് ടുഗദർ ആണ്. രണ്ടും ഒന്നുകിൽ സീക്വൻസ് കൺവേർജ് ചെയ്താൽ എം ടെയിലും കൺവേർജ് ചെയ്യും, സീക്വൻസ് ഡൈവേർജ് ചെയ്താൽ എം ടെയിലും ഡൈവേർജ് ചെയ്യും. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു തിയറം ഉണ്ട്. സോ നൗ വി ഹാവ് ടു ഡിസ്കസ് ദാറ്റ് തിയറം. So here the statement, let x equal to xn n in n be a sequence of real numbers and let m belongs to capital N. The m tail xm of x converges if and only if x converges. In this case limit xm equal to limit xm. അതായത് xn എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അതിന് നമ്മൾ ക്യാപിറ്റൽ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ എം ടെയിൽ ആണ് ക്യാപിറ്റൽ എക്സം. ദാറ്റ്സ് ഈക്വൽ ടു നമുക്കറിയാം എക്സ് എം പ്ലസ് എൻ ആണ് എൻ ഇൻ എൻ. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് എം പ്ലസ് എൻ കൺവേർജസ് ടു എക്സ്. അതായത് എക്സ് എൻ കൺവേർജ് ചെയ്യുമെങ്കിൽ എക്സ് എം പ്ലസ് എന്നും എം ടെയിലും കൺവേർജ് ചെയ്യും. എം ടെയിൽ കൺവേർജ് ചെയ്താൽ എക്സ് എന്നും കൺവേർജ് ചെയ്യും. രണ്ടും ഒരേ പോയിന്റിലേക്കാണ് കൺവേർജ് ചെയ്യുക. ദിസ് ഈസ് ട്രൂ ഫോർ എവരി ടെയിൽ. ഏത് ടെയിൽ എടുത്താലും ഒരു സീക്വൻസും അതിൻ്റെ ഏത് ടെയിലും ഒരേ പോയിന്റിലേക്കാണ് കൺവേർജ് ചെയ്യുക. രണ്ടിൻ്റെ ലിമിറ്റ് പോയിന്റ് സെയിം ആയിരിക്കും.
സോ അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ എം ടൈലിൻ്റെയും അതിൻ്റെ സീക്വൻസിൻ്റെയും ടേംസിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുന്നത് നല്ലതാണ്. സോ ഒരു എം ടൈൽ നമ്മൾ എഴുതാം XM+1 XM+2 എക്സെട്ര. XM എന്ന് പറയുന്ന എം ടൈൽ XM+1 XM+2 എക്സെട്ര അങ്ങനെ എഴുതും. സോ ഈ എം ടൈലിലെ പീത്ത് ടേം എന്ന് പറഞ്ഞാൽ സീക്വൻസിലെ എത്രാമത്തെ ടേം ആയിരിക്കും? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ സീക്വൻസിലെ M+1th ടേമാണ്. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ സീക്വൻസിലെ M+2th ടേമാണ്. സോ പീത്ത് ടേം എന്ന് പറഞ്ഞാൽ സീക്വൻസിലെ P+mth ടേം ആയിരിക്കും, അല്ലെങ്കിൽ M+pth ടേം ആയിരിക്കും. അപ്പോൾ ഒരു എം ടൈലിലെ പീത്ത് ടേം എന്ന് പറഞ്ഞാൽ സീക്വൻസിലെ P+mth ടേം ആയിരിക്കും. ഇനി തിരിച്ച് സീക്വൻസിൽ ഒരു ടേം നമ്മൾ എടുക്കുകയാണ്, Qth ടേം, വേർ Q ഈസ് ഗ്രേറ്റർ ദാൻ M. എമ്മിനേക്കാൾ വലിയ ഒരു നമ്പർ എടുത്തു, Q ഗ്രേറ്റർ ദാൻ M. Qth ടേം, സീക്വൻസിലെ Qth ടേം എം ടൈലിലെ Q-mth ടേം ആയിരിക്കും. സോ ഇതാണ് സീക്വൻസിലെ അതിൻ്റെ ടൈലിലെ ടേംസ് തമ്മിലുള്ള അതിൻ്റെ പൊസിഷൻ തമ്മിലുള്ള ഒരു റിലേഷൻ. ഇനി നമുക്ക് തിയറത്തിൻ്റെ പ്രൂഫ് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ XN എന്ന് പറയുന്ന ഒരു സീക്വൻസ് എടുത്തു. XNൻ്റെ എം ടൈലാണ്, അതിന് ക്യാപിറ്റൽ X എന്ന് കൊടുത്തു. XNൻ്റെ എം ടൈലിന് ക്യാപിറ്റൽ XM എന്ന് കൊടുത്തു. ദാറ്റ്സ് ഈക്വൽ ടു XM+n വേർ n in n. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് XN കൺവേർജസ് ടു X ആണെങ്കിൽ XM കൺവേർജസ് ടു X ആയിരിക്കും. സപ്പോസ് ദാറ്റ് ലിമിറ്റ് XN ഈക്വൽ ടു X. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ലിമിറ്റ് ക്യാപിറ്റൽ XMഉം X ആണ് എന്ന് പ്രൂവ് ചെയ്യണം. സോ ഇതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച്, സീക്വൻസിൻ്റെ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച്, ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k belongs to n such that modulus of xn minus x less than epsilon for every n greater than or equal to k എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഈ n-ന് m+n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടുത്തെ n-ന് m+n എന്ന് കൊടുത്തു, മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി n. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? m+n കൊടുക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. സോ അടുത്ത സ്റ്റെപ്പിൽ മോഡുലസ് ഓഫ് XM+n മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി n ആണ് വേണ്ടത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k മൈനസ് m എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദിസ് ഈസ് ആൾസോ ദ ഡെഫിനിഷൻ ഓഫ് കൺവേർജൻസ് ഓഫ് XM+n. ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 മോഡുലസ് ഓഫ് XM+n മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k മൈനസ് m. അതായത് k മൈനസ് m എന്ന നാച്ചുറൽ നമ്പർ കഴിഞ്ഞിട്ടുള്ള എല്ലാ n-നും XM+n എക്സിലേക്ക് പോകുന്നു എന്നാണ് ഇതിനർത്ഥം. ദറ്റ് ഈസ് ലിമിറ്റ് സീക്വൻസ് XM+n ഈക്വൽ ടു x, ദറ്റ് ഈസ് ലിമിറ്റ് ക്യാപിറ്റൽ XM ഈക്വൽ ടു x. അതായത് എം ടൈൽ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് കിട്ടും. ഇനി കോൺവേഴ്സ് പാർട്ട്, ദറ്റ് ഈസ് വി അസ്യൂം ദാറ്റ് എം ടൈൽ കൺവേർജൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. ദറ്റ് ഈസ് ലിമിറ്റ് ക്യാപിറ്റൽ XM ഈക്വൽ ടു x ആണ്, x എന്ന പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു. ദറ്റ് ഈസ് ബൈ ഡെഫിനിഷൻ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഒരു k1 എടുക്കുന്നുണ്ട്. k നമ്മൾ നേരത്തെ എടുത്തു. k1 ബിലോങ്സ് ടു സെറ്റ് ഓഫ് ആൾ ഇൻറ്റിജേഴ്സ് n സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് സീക്വൻസ് XM എന്ന് പറഞ്ഞാൽ XM+n ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. എം ടൈലിനെ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1. സോ നേരത്തെ പോലെ എവിടെയും നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഈ m+n-ന് നമ്മൾ n എന്ന് കൊടുക്കും. xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി m+n-ന് നമ്മൾ n എന്ന് കൊടുത്തു. അപ്പോൾ ഈ n ഈക്വൽ ടു എങ്ങനെ എഴുതാം? n മൈനസ് m എന്ന് എഴുതാം. ഫോർ എവരി n മൈനസ് m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 എന്ന് കിട്ടും. സോ ഇൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വി ഗെറ്റ് മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി
n മൈനസ് എം ഗ്രേറ്റ് ദാൻ ഓർ ഈക്വൽ ടു k1 എന്നായിരുന്നു. സോ ഫോർ എവരി n ഗ്രേറ്റ് ദാൻ ഓർ ഈക്വൽ ടു k1 പ്ലസ് എം എന്ന് വരും. സോ ഇറ്റ് ഈസ് ആൾസോ ദ ഡെഫിനിഷൻ ഓഫ് കൺവേർജൻസ്. ദറ്റ് ഈസ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റ് ദാൻ 0 മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി n ഗ്രേറ്റ് ദാൻ ഓർ ഈക്വൽ ടു k1 പ്ലസ് എം. k1 പ്ലസ് എം എന്ന നാച്ചുറൽ നമ്പറിന് ശേഷമുള്ള എല്ലാ ടേംസിനും മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് എപ്സിലോണിനേക്കാൾ ചെറുതാണ്. ദാറ്റ് മീൻസ് ലിമിറ്റ് xn ഈക്വൽ ടു എക്സ്. ദാറ്റ് ഈസ് ദ സീക്വൻസ് കൺവേർജസ്. സോ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് സപ്പോസ് ചെയ്തു, എം ടെയിൽ കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. അതുപോലെ സീക്വൻസിൻ്റെ എം ടെയിൽ കൺവേർജൻ്റ് ആണെന്ന് സപ്പോസ് ചെയ്തു, ദെൻ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് കിട്ടി. സോ ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. എ സീക്വൻസ് ആൻഡ് ഇറ്റ്സ് എം ടെയിൽ converges together or diverges together and they are converges to the same limit point. ഒരു സീക്വൻസിനും അതിൻ്റെ എം ടെയിലിനും സെയിം ലിമിറ്റ് പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇത് എവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില സീക്വൻസുകളെ ലിമിറ്റ് പോയിൻ്റ് കാണാൻ നമുക്ക് വളരെയധികം പ്രയാസമായിരിക്കും. പക്ഷേ അതിന് കുറച്ച് ടേംസ് ഒഴിവാക്കിയിട്ട് ഒരു പ്രത്യേക ടേം മുതൽ 10ാമത്തെ ടേം മുതലോ അല്ലെങ്കിൽ ഒരു 100ാമത്തെ ടേം മുതലോ ഉള്ള ഒരു സീക്വൻസ് എഴുതിയാൽ അങ്ങനെ ഒരു ടെയിൽ എടുത്താൽ ചിലപ്പോൾ അതിൻ്റെ ലിമിറ്റ് കാണാൻ വളരെയധികം എളുപ്പമായിരിക്കും. സോ ഈ തിയറി ഉപയോഗിച്ചിട്ട് സീക്വൻസിൻ്റെ ലിമിറ്റും ടെയിലിൻ്റെ ലിമിറ്റും സെയിം ആണ്. നമുക്ക് സീക്വൻസിൻ്റെ ലിമിറ്റ് വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റും. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിമാർക്കാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. വി കൺസിഡർ എ സീക്വൻസ് xn ഈക്വൽ ടു 1 1 1 1 എക്സെട്ര. ഇതൊരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ്. ഇത് 1ലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. ഇനി വി ടേക്ക് അനദർ സീക്വൻസ്, ഒരു yn ഈക്വൽ ടു 1 2 3 4 5 എക്സെട്ര. ദെൻ കുറച്ച് ടേംസ് കഴിഞ്ഞാൽ നമുക്ക് 5 5 5 5 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ മാത്രം ഇങ്ങനെ ഇൻഫൈനൈറ്റായിട്ട് പോവാം. ആദ്യമൊക്കെ കുറേ നമ്പർ വ്യത്യസ്തമായ നമ്പറുകൾ കിട്ടി. പിന്നെ കുറച്ച് ടേംസ് കഴിഞ്ഞാൽ 5 5 5 എക്സെട്ര അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പർ 10 10 10 എക്സെട്ര എന്ന് പറഞ്ഞ് കിട്ടുന്ന ഒരു സീക്വൻസ്. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് അല്ല. കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണെങ്കിൽ എല്ലാ ടേമും ഒരേ നമ്പർ ആവണം. ഇങ്ങനെയുള്ള സീക്വൻസുകൾക്ക് പറയുന്ന പേരാണ് അൾട്ടിമേറ്റ്ലി കോൺസ്റ്റൻറ്റ് സീക്വൻസ്. അൾട്ടിമേറ്റ്ലി കോൺസ്റ്റൻറ്റ് സീക്വൻസസ്. അതായത് കോൺസ്റ്റൻറ്റ് സീക്വൻസുകളല്ല, പക്ഷേ കുറച്ച് ടേംസ് കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആയിട്ട് മാറും. സോ ഈ കേസിൽ നമുക്ക് എവിടെയാണോ ആ കോൺസ്റ്റൻറ്റ് തുടങ്ങുന്നത് അത് മുതലുള്ള ഒരു ടെയിൽ എടുത്താൽ ആ ടെയിൽ എങ്ങോട്ട് കൺവേർജ് ചെയ്യും, ഏതാണോ ആ കോൺസ്റ്റൻറ്റ് അതിലേക്ക് കൺവേർജ് ചെയ്യും. ഇപ്പോൾ എവിടെയാണോ 5 തുടങ്ങുന്നത്, 5 ഇപ്പോൾ ഒരു 100ാമത്തെ ടേമിലാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ 99 ടെയിൽ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 5 5 5 എന്നുള്ള സീക്വൻസ് കിട്ടും. ആ സീക്വൻസ് 5ലേക്കാണ് കൺവേർജ് ചെയ്യാം. അപ്പോൾ അതുപയോഗിച്ചിട്ട് നമുക്ക് yn-ഉം 5ലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും നമ്മുടെ പ്രീവിയസ് തിയറി അനുസരിച്ച്. സോ ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ്ലി കോൺസ്റ്റൻറ്റ് സീക്വൻസസ്. നൗ ഇനി ഈ അൾട്ടിമേറ്റ്ലി കോൺസ്റ്റൻറ്റ് സീക്വൻസിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ആ ടേം ഉപയോഗിച്ച് സീക്വൻസിൻ്റെ കൺവേർജൻസ് പറയാറുണ്ട്. ദാറ്റ് ഈസ് എ സീക്വൻസ് xn ഈസ് കൺവേർജസ് ടു x if and only if all terms of xn, the sequence xn ultimately belongs to every epsilon neighborhood of x. അതായത് ഒരു സീക്വൻസ് xn എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് എന്ത് ചെയ്താൽ മതി, ഏത് എപ്സിലോൺ എടുത്താലും എക്സിൻ്റെ ഏത് എപ്സിലോൺ നൈബർഹുഡ് എടുത്താലും എക്സിന്ന് ഏത് ഡിസ്റ്റൻസ് ഉള്ള ഇൻ്റർവെല്ലിൽ എടുത്താലും ഈ സീക്വൻസിൻ്റെ എല്ലാ ടേമുകളും ആ ഇൻ്റർവെല്ലിൽ ഉണ്ടാവുക, അൾട്ടിമേറ്റ്ലി ഉണ്ടാവുക. അതായത് എല്ലാ ടേംസും ഉണ്ടാവണമെന്നില്ല, ഒരു പർട്ടിക്കുലർ ടേം കഴിഞ്ഞാൽ ഉള്ള എല്ലാ ടേംസും ആ നൈബർഹുഡിലുണ്ടെങ്കിൽ നമുക്ക് ആ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അതുതന്നെയാണ് കൺവേർജൻ്റ് ഡെഫിനിഷനും. മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി n ഗ്രേറ്റ് ദാൻ ഓർ ഈക്വൽ ടു k എന്നാണ് നമ്മൾ എഴുതാറ്. അതായത് ഒരു k എന്നുള്ള ഒരു നമ്പർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള എല്ലാ ടേംസും
ഈ ഒരു ഇൻ്റർവെല്ലിൽ വേണം, എപ്സിലോൺ നെയ്ബർഹുഡിൽ വേണം. സോ അത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി കോൺസ്റ്റൻറ്റ് സീക്വൻസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമ്മുടെ സീക്വൻസിൻ്റെ കൺവേർജൻസ് പറയാനും പറ്റും എന്ന് പറയുന്നത്. Okay, thank you.